ജൂതന്മാരുടെ പ്രവാചകനായിരുന്ന മൂസയെ എപ്പോഴും അത്യുന്നതനാക്കാനും നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് തിരുമേനിക്കും മറ്റൊരു പ്രവാചകനും ഇല്ലാത്ത മേന്മകളും ശ്രേഷ്ഠതകളും മൂസാ നബിക്കുണ്ടെന്ന് സ്ഥാപിക്കാനും വേണ്ടി അബൂഹുറൈറ പല കള്ള ഹദീസുകളും കെട്ടിപ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് മൗലവി ചേകന്നൂർ പറയുന്നു. അവയിൽ പ്രധാനപ്പെട്ടൊരു ഹദീസാണ് ഇനി പറയുന്നത്. ഒരിക്കൽ അബൂഹുറൈറ തൻ്റെ അയ്യുഹന്നാസുകളോട് പറയുകയാണ്, അസ്രായീൽ എന്ന മലക്ക് മൂസാ നബിയുടെ റൂഹിനെ പിടിക്കാൻ ചെന്നു. ഞാൻ നിങ്ങളുടെ റൂഹിനെ പിടിക്കാൻ വന്നതാണെന്ന് അസ്രായീൽ പറഞ്ഞു. ഉടനെ എഴുന്നേറ്റുകൊണ്ട് മൂസാ നബി അസ്രായീലിൻ്റെ കണ്ണിന് ഒരൊറ്റ അടി കൊടുത്തു. ആ കണ്ണ് തൽക്ഷണം തിരിച്ചുപോയി. അദ്ദേഹം അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞു. മരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യൻ്റെ അരികിലേക്ക്, അതും ഇത്രയും ഭയങ്കരൻ, എന്നെ എന്തിനാണ് അയച്ചത് എൻ്റെ നാഥാ? അള്ളാഹു പറഞ്ഞു, വിഷമിക്കല്ലേ, കണ്ണൊക്കെ വീണ്ടും ഞാൻ തന്നേക്കാം. ഇനി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂഹിനെ കണിശമായും പിടിക്കുമെന്ന് നീ പറഞ്ഞേക്കരുത്. പിന്നെയോ, നീ മൂസയോട് ചോദിക്കണം, എത്ര കാലമാണ് നിങ്ങൾക്കിവിടെ ജീവിക്കേണ്ടത് എന്ന്. മാത്രമല്ല, ഒരു കാളയുടെ പുറത്ത് കൈ പരത്തിവെച്ചാൽ അതിൽപ്പെടുന്ന രോമങ്ങളുടെ എണ്ണം എത്രയായിരിക്കുമോ അത്രയും കൊല്ലം ജീവിച്ചാൽ നിങ്ങൾക്ക് മതിയാകുമോ? എങ്കിൽ അതിന് അനുവാദം തരാം എന്ന് നീ മൂസയോട് പോയി പറയുക. അങ്ങനെ അസ്രായീൽ മൂസാ നബിയെ സമീപിച്ച് മേൽപ്രകാരം പറഞ്ഞു. അപ്പോൾ മൂസാ നബിയുടെ ചോദ്യം, അത്രയും കാലം കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും? അസ്രായീലിൻ്റെ മറുപടി, ശേഷം മരിക്കുക തന്നെ വേണം. അപ്പോൾ മൂസാ നബി പറഞ്ഞു, എന്നാൽ അതിപ്പോൾ നടന്നുകൊള്ളട്ടെ, പക്ഷേ ധൃതിപ്പെടരുത്. അക്കാണുന്ന അക്കലത്തേക്ക് ഞാൻ എത്തിപ്പെടണം. അതിനുശേഷം എൻ്റെ റൂഹിനെ പിടിക്കാം, വിരോധമില്ല. അങ്ങനെ അസ്രായീൽ മൂസാ നബിയുടെ പ്രസ്തുത കൽപ്പന അനുസരിച്ചു. അനന്തരം മൂസാ നബി പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നെത്തിയ ശേഷമേ അസ്രായീൽ അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കാൻ തയ്യാറായുള്ളൂ. ഇപ്രകാരമൊക്കെ നബി പറഞ്ഞു എന്ന് അബൂഹുറൈറ, ബുഹാരിയുടെ ഹദീസ്. നോക്കണം, ലോകത്തൊരു സത്യവിശ്വാസിക്കും പറയാൻ പാടില്ലാത്ത ശുദ്ധ നുണകളല്ലേ മേർ പറഞ്ഞത്. ഈ ഹദീസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. 1. തനിക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത സമയത്തല്ലാതെ റൂഹിനെ പിടിക്കാൻ പോകാൻ അസ്രായേലിന് പാടുള്ളതാണോ? 2. ഒരാളുടെ റൂഹിനെ പിടിക്കാൻ അസ്രായീൽ പോയാൽ പിന്നെ ആ പണി കഴിച്ചല്ലാതെ അദ്ദേഹം മടങ്ങിപ്പോകുമോ? 3. മടങ്ങിപ്പോയെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അണുവോളം തെറ്റാത്തവരാണെന്ന് പറയുന്ന മലക്കുകളിൽപ്പെട്ട അസ്രായീൽ ഒരിക്കലെങ്കിലും ഇബ്ലീസിനെപ്പോലെ ആയെന്ന് പറയേണ്ടി വരില്ലേ? 4. അസ്രായീലിൻ്റെ കണ്ണ് മൂസാ നബി അടിച്ചാൽ തെറിക്കാൻ പറ്റിയ പരുവത്തിലാണോ അള്ളാഹു സൃഷ്ടിച്ചിരുന്നത്? 5. അങ്ങനെ തെറിപ്പിച്ചിരുന്നുവെങ്കിൽ മൂസാ നബിക്ക് അള്ളാഹു പഠിപ്പിച്ചിരുന്ന ശരിയായ നീതി വ്യവസ്ഥയനുസരിച്ച് മൂസാ നബിയുടെ കണ്ണ് പകരം അടിച്ചു തെറിപ്പിക്കാനും അസ്രായീലിന് അവകാശമുണ്ടെന്ന് മൂസാ നബി അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതുമായിരുന്നില്ലേ? 6. മരിക്കാൻ കാലത്ത് തനിക്ക് അള്ളാഹു നൽകിയ തൗറാത്തിലെ നിയമം ലംഘിച്ചുകൊണ്ടാണോ മൂസാ നബി മരിച്ചത്? 7. രണ്ടാമത് അസ്രായീലിനെ അള്ളാഹു പറഞ്ഞയച്ചപ്പോൾ മരിക്കേണ്ട സമയം നിർണ്ണയിക്കാനുള്ള അധികാരം മൂസാ നബിക്ക് വിട്ടുകൊടുത്തതും അക്കാര്യത്തിൽ തൽക്കാലം അസ്രായീലിനെ സസ്പെൻഡ് ചെയ്തതും നീതിയായോ? 8. മാത്രമോ, മൂസാ നബിയുടെ മരണകാര്യത്തിൽ തൻ്റെ കണിശവും അലംഘനീയവുമായ നിയമം അള്ളാഹു തന്നെയും കൈവെടിഞ്ഞു എന്നല്ലേ അബൂഹുറൈറയുടെ ഈ ജൂത നുണകൾ കൊണ്ടുവരുന്നത്? ആകയാൽ ഖുർആൻ പഠിപ്പിച്ച വിശ്വാസ പ്രമാണങ്ങളിൽ പ്രധാനപ്പെട്ട 4 അടിവേരറുക്കുന്നതാണ് ജൂതന്മാർക്ക് വേണ്ടി അബൂഹുറൈറ കെട്ടിയുണ്ടാക്കിയ മേലുദ്ധരിച്ച കള്ള ഹദീസ് എന്നതിൽ ഒരു സംശയവുമില്ല. ഖുർആൻ വിരുദ്ധമായ ഇത്തരം ജൂതായുസങ്ങളാണ് അബൂഹുറൈറ പ്രചരിപ്പിച്ചിരുന്നതെന്ന് ബോധ്യപ്പെട്ട ഒറ്റ മുഅ്മിനിനും അബൂഹുറൈറയ്ക്ക് ശരിയായ ഈമാനുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ലെന്നാണ് മഹാനായ ഖലീഫ ഉമർ ഫാറൂഖിൻ്റെ പിൻഗാമികൾക്ക് പറയാനുള്ളത്.
അബൂ ഹുറൈറ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ കിതാബിൻ്റെയും ശത്രുവാണെന്ന് ഹസ്രത്ത് ഉമർ ഫാറൂഖ് പറഞ്ഞത് എത്രമാത്രം സത്യവും അർത്ഥവത്തുമായിരുന്നുവെന്ന് നിരന്തര ഗവേഷണങ്ങളിലൂടെയും ദീർഘിച്ച നിരീക്ഷണങ്ങളിലൂടെയും പഠിച്ചു മനസ്സിലാക്കാൻ അവസരം ചെയ്തു തന്ന അള്ളാഹുവിന് ആയിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മൗലവി ചേകന്നൂർ തൻ്റെ അബൂ ഹുറൈറയുടെ തനിനിറം എന്ന ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത്.